സ്കിറ്റ് ചെയ്തിട്ട് ഞാൻ ഒക്ടോബർ ചെയ്തേനെ. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയി 7 മാസമാകുന്നു. അവരുടെ എഗ്രിമെന്റ് പ്രകാരം അവിടെ ചിലപ്പോൾ നമുക്കൊരു ഒരു കുട്ട ഒരു പേപ്പറിൽ തരും. എഗ്രിമെന്റ് എന്നുള്ള സാധനം അതും തരുവര്. അവരുടെ എഗ്രിമെന്റ് പ്രകാരം നമ്മുടെ സ്കിറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത മാസം അതിന്റെ ടെലികാസ്റ്റ് ആണ്. ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് 3 മാസം 90 ദിവസം ഇതിനകം പൈസ കിട്ടണം. അതാണ് എഗ്രിമെന്റ്. അപ്പൊ മൊത്തം നോക്കിയാൽ ഒരു 4 മാസ കാലയളവ് 120 ദിവസം. 120 ദിവസം എടുത്തു. ഇപ്പോഴേ അത് 120 കഴിഞ്ഞ് 150 കഴിഞ്ഞ് എനിക്ക് അറിയാൻ വയ്യ. 15,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് 150,000 അല്ല 32 തവണ കളിച്ചല്ലേ. 2 തവണ 15 വെച്ച് കിട്ടി. മൊത്തം 30,000 രൂപ വെച്ച് ഏകദേശം 7 മാസമായിട്ട് കാത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് മാത്രം പറ്റിയൊരു അബദ്ധം, അല്ലെങ്കിൽ എനിക്ക് മാത്രം പറ്റിപ്പായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. അവിടെ കളിച്ചിട്ടുള്ളിൽ ഒരു 14 പേരൊക്കെ പൈസ കിട്ടുന്നില്ല. എനിക്ക് പൈസ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ മറ്റു പലരെയും വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ പൈസ കിട്ടിയോന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതില് ഈ ഒരു 90 അല്ലെങ്കിൽ 80% പേർക്കും ഇതുവരേക്കും പൈസ കിട്ടിയിട്ടില്ല. ഞാനിത് പലയിടത്തും വിളിച്ചു ചോദിക്കാൻ പറയും കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിക്കും, ചേട്ടാ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല? പുറത്താരത്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസിനാണോ പോവുകയോ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ചോദിക്കുമ്പോ അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, അയ്യോ മോനെ അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാല് ചിലപ്പോ നമ്മൾക്ക് ഇനി ആ ചാനലിന് ബാൻ കിട്ടും. മനോരമ പോലെ വലിയ ചാനലിന് ബാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പരിപാടിക്ക് വേറൊരു ചാനലിൽ പോകുമ്പോ അവിടെ അവർക്ക് ചിലപ്പോൾ ബാൻ ചെയ്ത് കളയുന്ന ഒരു പേടി ആൾക്കാരെ മനസ്സിലൊരു പേടിയുണ്ട്. ഈ പേടിയാണ് അവർ മുതലെടുക്കുന്നത്. എടാ അല്ലെ അനീഷ, നമ്മൾ എന്തിനു പേടിക്കണം? ഞാൻ ആരെയും തട്ടിപ്പറിച്ചിട്ടില്ല. ഞാൻ ആരൊക്കെ ഒരു ഉപദ്രവം ഉണ്ടാക്കിയിട്ടില്ല. നീ ഈ വീഡിയോ ചെയ്തിട്ട് ഈ വീഡിയോ താഴത്തേക്ക് ഒരു കമന്റില് ഒരാൾ പോലും ഞാൻ പറ്റിയപ്പെട്ടില്ല എന്നൊരു കമന്റ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത് പരസ്യമായി മാപ്പ് പറയാം. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞാൽ മഴവിൽ മനോരമയിൽ നടത്തുന്ന ഷോയിൽ പങ്കെടുക്കുന്ന പലർക്കും പൈസ കിട്ടുന്നില്ല എന്നൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ന്യൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് വന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോയിൽ കണ്ട വ്യക്തി ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എഗ്രിമെൻറ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം 90 ദിവസം കഴിയുന്നതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടും പൈസയൊന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും പൈസയൊന്നും തന്നെ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. ഇതിന് ശേഷം കുറേയധികം പേരെ പറ്റി ഇദ്ദേഹം വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കെല്ലാം കിട്ടിയോ എന്നുള്ളൊരു കാര്യം. പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം എന്നതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോ കിട്ടിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ ഫുള്ളായിട്ട് അവിടെ പങ്കെടുക്കാൻ വന്നവരൊക്കെ നിങ്ങൾ ചുമ്മാതെ പറയുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ വേണ്ടാത്തതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേയധികം പേര് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ അനുഭവം ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ച എന്നുള്ളൊരു കാര്യമാണ്. ഞാൻ വിളിച്ചന്വേഷിച്ച കുറേയധികം പേർക്കും ഇത് തന്നെയാണ് അനുഭവം എന്നുള്ളതാണ്. എനിക്കിതുവരെ കിട്ടിയില്ല എന്നുള്ളൊരു കാര്യം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെ കാര്യം മെജോറിറ്റി വിളിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെ കുറേയധികം തട്ടിപ്പാണ് അവർ നടത്തുന്നതെന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തി വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി അവരെ മഴവിലിൻ്റെ ആ ഒരു ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ള എന്നുള്ളൊരു കാര്യം നമുക്ക് ഫുള്ളായിട്ടുള്ള കൺക്ലൂഷനിൽ വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഒരു വ്യക്തി പറഞ്ഞ കണക്ക് ഈ വ്യക്തിക്ക് പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളതുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മഴവിലിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കാം. സോ നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സോ മറക്കാതെ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. സോ മറക്കാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.